അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന്. എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ബാക്ക് ബെഞ്ചർ സ്കൂൾ ചൈൽഡാണ്. അതുപോലെയാണ് ഞാൻ എൻ്റെ ബാഗിലെ സാധനങ്ങൾ വെക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഞാൻ ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്ന ഒരാളെന്നല്ല. അതിലേക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. ഇവിടുത്തെ കളറൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇത് ഫേബർ കാസ്റ്റിൻ്റെ ഒരു ബാഗാണ്. സാധാ ഇങ്ങനത്തെ ബാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, ഇതിൽ എത്ര വെയിറ്റ് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ഷോൾഡറിൽ നമുക്ക് പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല. ഇതിന് 2 സ്ട്രാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് വെയിറ്റ് ബാലൻസ്ഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് ഉപയോഗിക്കുന്നത്. ഇനി വേണമെങ്കിൽ നല്ല വേർഷൻ ഓഫ് ബാഗൊക്കെ ആയിട്ട് ഞാനൊരു നല്ല വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയുണ്ടെന്ന്. എല്ലാ കച്ചറ സാധനങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ മുടിയിൽ കെട്ടുന്ന ബണ്ണ് 1 2 കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ദിസ് ഈസ് മൈ ഹാൻഡ് ക്രീം. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ പൗഡർ ഫ്രീ അല്ലാത്ത ഗ്ലൗസ് ചില സമയത്ത് നമുക്കിവിടെ കിട്ടും. അതായത് പൗഡർ ഫ്രീ കിട്ടത്തില്ല. പൗഡർ ഫ്രീ കിട്ടുന്നില്ലെങ്കിൽ ഈ ഗ്ലൗസിനകത്തുള്ള പൗഡർ കയ്യിലാവുമ്പോൾ ഭയങ്കര ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രീം ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3 സാധനം ഫസ്റ്റ് നമുക്ക് ഈ ഡിപ്പ് അടയ്ക്കാം. നെക്സ്റ്റ് ഈസ് നെക്സ്റ്റ് ലിസി തന്നൊരു മഗ്ഗുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഇതിൽ കോഫിയൊക്കെ ആക്കിയിട്ട് വരും. ബിക്കോസ് ഞാനൊരു അനസ്തീഷ്യോളജിസ്റ്റ് അല്ലേ. അപ്പോൾ ഇൻഡക്ഷൻ കഴിഞ്ഞാൽ കോഫി കുടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനുള്ളതാണ് ഇത്. ഇനി അടുത്തത് ദിസ് ഈസ് മൈ ടിഫിൻ പൗച്ച്. ടിഫിൻ ബാഗാണിത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ടിഫിൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നില്ല. പിന്നെ 2 സോക്സ്. കാരണം നമ്മൾ ഓട്ടിലിടുന്ന ഷൂസ് ഇവിടെ തന്നെ വിൽക്കും. അപ്പം അതിനകത്ത് ഇടാനുള്ള സോക്സാണിത്. ഇനി അടുത്തത് ഈ ഒരു ബുക്കുണ്ട്. ഇതിൻ്റെ രാവിലെ കിച്ചു സാർ എനിക്ക് തന്നതാണ്. ബിക്കോസ് എല്ലാ കാര്യത്തിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിലൊരു പ്രശ്നം കണ്ടുപിടിച്ച് അതിൽ ഞാൻ ഭയങ്കര ഇമോഷനിട്ട് ഓവർ ഇമോഷനിട്ട് കുളമാക്കി ചളമാക്കി പിന്നെ ഞാൻ ഇരുന്ന് സങ്കടപ്പെടും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചു സാറ് തന്നതാണ് ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റഫ്. ഇങ്ങനെ ഒരു ബുക്ക്, നല്ല ബുക്കാണ്. വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ തീർന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഒരു സ്ലൈഡുണ്ട്. വീണ്ടും ഒരു സ്ലൈഡുണ്ട്. അപ്പോൾ ഇത് ബാഗിൻ്റെ പൊടിയൊക്കെ വരുന്നു. അതൊക്കെ നമുക്ക് താഴെ ഇടാം. ഇത് പിന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് മടക്കി വെച്ചതാണ്. ഇനി അടുത്തത്